എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാനിവിടെ മമ്മൂട്ടിയെ കൊണ്ടുവരും. ഒരു സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വോട്ട് ചോദിച്ചതാണത്. ഒരു മമ്മൂട്ടിയെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇയാളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്? ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അന്തസ്സുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയോ ഭരണപക്ഷത്തെയോ എതിർത്തുകൊണ്ട് വോട്ട് ചോദിക്കുകയാണെങ്കിലും അതിലും ഒരു അന്തസ്സുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ എന്നെ തിരഞ്ഞെടുത്ത് എന്നെ വിജയിപ്പിച്ച് ഞാനിവിടുത്തെ MLA ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു മന്ത്രിയായി കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നതാണ്, അങ്ങനെ പറയുന്നതും അന്തസ്സുള്ളൊരു കാര്യമാണ്. ഇത് ഞാനിവിടെ എന്നെ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മമ്മൂട്ടിയെ കൊണ്ടുവരും എന്ന് പറയാണ്. ആ മണ്ഡലത്തിലുള്ള ആളുകൾ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടായി, മമ്മൂട്ടിയെ കാണണല്ലോ എന്നെല്ലാമായി, അതിനിപ്പോൾ ഇനി ഒരു വോട്ടിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണോ? എന്ത് കഷ്ടമാണ് മിസ്റ്റർ രമേശ് പിഷാരടി ഇതൊക്കെ. മമ്മൂട്ടിയെ കൊണ്ടുവരാൻ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇയാളവിടെ മത്സരിക്കുന്നത്? ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവിടെയുള്ള വോട്ടർമാർ നിൽക്കുന്നത്. രമേശ് പിഷാരടി ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മമ്മൂട്ടിയെ കാണാം എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടനെ കാണാൻ എന്നുള്ളതാണോ? മമ്മൂട്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിറവേറുമോ? പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ മമ്മൂട്ടിയെ കൊണ്ടുവരും എന്ന് പറയുന്നത്?